ശ്രീ NLP പോൾ തോമസ്, ഈ പേര് കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോൾ തോമസ് എന്നായിരുന്നെങ്കിൽ ഓക്കെ, എന്താണ് NLP എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. എൻ്റെ മുമ്പിൽ അതിനുള്ള ഉത്തരവുമുണ്ട്. NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. പക്ഷേ എന്താണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെ മുമ്പിലുള്ള ബിസിനസ് സ്ഥാപനവും തമ്മിൽ ഈ NLPക്ക് എന്താണ് ബന്ധം? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1970കളിൽ അമേരിക്കയിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും, പ്രത്യേകിച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലത് മാത്രം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ യുങ്, വിൽഹെൻ വൂണ്ടറ്റ്, സ്കിന്നർ, ഇതേപോലെയുള്ള അല്ലെങ്കിൽ വിൽഹെൻ വൂണ്ടറ്റ്, ഇതേപോലെയുള്ള ഇപ്പോഴത്തെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ഡോക്ടർ വില്യം ജെയിംസ്, ഇവരെല്ലാം കണ്ടെത്തിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ റിച്ചാർഡ് ബാൻഡലും ജോൺ ഗ്രിൻഡർ എന്ന് പറയുന്ന രണ്ടു പേര് ഇതിനെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ നവീന ശാഖയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നത്. ഇതിൽ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള തനിമകളും പ്രത്യേകതകളുമുണ്ട്. ന്യൂറോ എന്നതിലൂടെ നമുക്ക് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കറിയാം നാഡി വ്യൂഹം, അതാണ് N എന്നതിലൂടെ അർത്ഥമാക്കുന്ന ന്യൂറോ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമാണ്. പക്ഷേ ഇവിടെ ദ മീനിങ് ഓഫ് ദ ലാംഗ്വേജ് എന്നതാണ് ഈ ലിംഗ്വിസ്റ്റിക്കിൻ്റെ പ്രത്യേകത. സിമാൻറ്റിക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയവിനിമയം നടത്തുന്നതിനിടയിൽ നാം ഉപയോഗിക്കുന്ന ചില ശൈലികൾ, ചില വാക്കുകൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളെയൊക്കെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്ത് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കുവാനും ആ വ്യക്തിക്ക് തിരിച്ചറിവ് നൽകുവാനും സഹായിക്കുന്ന ഒരു മേഖലയാണ് ലിംഗ്വിസ്റ്റിക് സൈഡ് എന്ന് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമിംഗ് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മനോഹരമായ പ്രവർത്തനം നടക്കുന്നത്. ലോകത്തിലുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാർ തമ്മിൽ ഒത്തിരിയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല മേഖലകളിലും. എന്നാൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു മേഖലയാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന മേഖല.